ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മാജിക് വിനിലേക്ക് സ്വാഗതം. സുഹൃത്തെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുകയാണോ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേരെയാക്കാനുണ്ട്, എവിടുന്നാണ് ആദ്യം തുടങ്ങേണ്ടത്, എന്ത് ചെയ്യണമെന്നറിയില്ല. എങ്കിൽ ഈ മടിയൊക്കെ ഒന്ന് മാറ്റി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കി എടുത്താലോ? അപ്പോൾ ഈ മടിയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു റോബോട്ടിക് ഷെഡ്യൂളാണ്. അപ്പോൾ ഈ റോബോട്ടിക് ഷെഡ്യൂൾ എന്ന് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. കാര്യങ്ങളെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കൃത്യനിഷ്ഠയോടുകൂടി ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്തു തീർക്കുന്നതിനാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച ശേഷം അതിനെ കൃത്യസമയത്ത് ചെയ്ത് തീർക്കുന്നതിനാണ് കേട്ടോ. അപ്പോൾ ഒരേ സമയത്ത് ഉറക്കം എഴുന്നേൽക്കുക, നമുക്ക് പിന്നെ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെ അതിനകത്ത് ആഡ് ചെയ്യുക. ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ അപ്പോൾ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് മെൻ്റലി ഫിസിക്കലി നമുക്ക് കൂടുതൽ എനർജിയും ഉന്മേഷവും തരും. ഈ പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുക, വ്യായാമം ചെയ്യുക, ജോലിക്ക് പോയി വരിക, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ എഴുതി വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എനർജിയും ടൈമും എവിടെയും വേസ്റ്റായി പോകില്ല. നമ്മുടെ ബ്രെയിനും വിശ്രമം കിട്ടും, നമ്മുടെ ബോഡിക്കും വിശ്രമം കിട്ടും. ഇങ്ങനെ നമ്മുടെ തലച്ചോറിനും ശരീരത്തിനും ഒക്കെ വിശ്രമം കിട്ടുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവലും കൂടും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഇമോഷൻസ് ഉണ്ടാക്കുന്ന ബ്ലോക്കിനെയാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തല്ലോ, നാളെ 6 മണിക്ക് എണീക്കണം. അപ്പോൾ ഉറങ്ങാൻ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ 6 മണിക്ക് എഴുന്നേൽക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പറയും വേണ്ട, നമുക്ക് അടുത്ത ദിവസം എണീക്കാം. അല്ലെങ്കിൽ നാളെ ഇപ്പം നീ അങ്ങനെ എഴുന്നേൽക്കാൻ നോക്കുമ്പോഴത്തേക്ക് നിനക്ക് കുറച്ച് ഹെഡേക്കൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നീ രാവിലെ എണീക്കുമ്പോൾ അത് കൂടൂലേ. ഇങ്ങനെ നമ്മുടെ മനസ്സ് പല തടസ്സങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ മനസ്സ് പറയുന്ന ഈ കാര്യത്തെ കേൾക്കരുത് കേട്ടോ. നമ്മൾ ആ ഷെഡ്യൂളിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം. മനസ്സിങ്ങനെ കുറേ തടസ്സവാദങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ അതിനോട് തർക്കിക്കാൻ പോകരുത്. നമ്മളിവിടെ എഴുതി വെച്ചിട്ടില്ലേ, ഷെഡ്യൂൾ ചെയ്തിട്ടില്ലേ, അതിനെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഫോളോ ചെയ്തങ്ങ് പോകണം. അടുത്തതായിട്ട് നമ്മുടെ ഫോക്കസ് കൂട്ടുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ ഒരുപാട് റീൽസും കാര്യങ്ങളും ഒക്കെ കണ്ട് നമ്മുടെ ബ്രെയിനിനും മനസ്സിനും ഒക്കെ വിശ്രമം ഇല്ലാതായതുകൊണ്ട് തന്നെ മിക്കപ്പോഴും നമുക്ക് ഒരു 20 സെക്കൻഡ് പോലും എന്തിലെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. ഇങ്ങനെ ഫോക്കസ് കൂട്ടാനായിട്ട് ഏതെങ്കിലും ഒരു വസ്തുവിൽ നമ്മൾ കണ്ണ് ചിമ്മാതെ 35 സെക്കൻഡ് നോക്കിയിരിക്കണം. അത് മൊബൈലിൽ ഒരു 35 സെക്കൻഡ് ടൈമർ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരുന്ന നമ്മുടെ തലച്ചോറിനെ ഒരു ട്രാക്കിലെത്തിക്കും. ആ ശ്രദ്ധയുടെ അല്ലെങ്കിൽ ആ കോൺസെൻട്രേഷൻ്റെ ട്രാക്കിലെത്തിക്കും. ഇനി ലക്ഷ്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും സമയത്തെ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.